ഇന്നത്തെ നമ്മുടെ മോർണിംഗ് വൈബ് സ്റ്റാർട്ട് ചെയ്യണം മാവ് നിറച്ചും പൂത്ത് നിൽക്കുന്ന കണ്ടുകൊണ്ടാണ് കേട്ടോ. എന്താണെന്നറിയില്ല, കുഞ്ഞിലെ മുതലേ സ്വന്തം വീട്ടിലാവുന്നതിൽ എവിടത്തെ ആയാലും മാവ് നിറഞ്ഞ് പൂത്ത് നിൽക്കുന്ന കണ്ടാൽ ഭയങ്കര സന്തോഷമാണ്. ഇത് എൻ്റെ വീട്ടിലല്ല, തൊട്ടടുത്ത വീട്ടിലാണ്. പക്ഷേ ഇത് നമ്മുടെ കൊമ്പോട്ടിലേക്ക് ഇങ്ങനെ ചരിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. കണ്ടോ, നമ്മുടെ അല്ല. തക്കാളിയാണ്. കവറിലൊന്നും വെച്ചു, നിലത്തും വെച്ചു. കവറിൽ വെച്ചാൽ നല്ല പുഷ്ടിയോടെ വളർന്നു. ഇത് കഴിഞ്ഞ ദിവസം കാണിച്ചാൽ നമ്മുടെ പീച്ചിൽ വിളവെടുക്കാറായിട്ടില്ല. എടുപ്പാണ്. 2-3 കാന്താരിയേ ഉള്ളൂ. നമുക്ക് അതൊന്ന് പൊട്ടിക്കാം. പിന്നെ നമുക്കിതേ കുറച്ച് പയറുണ്ട്, കോവയ്ക്കട്ടി. ഇവിടെ കോവയ്ക്ക നമുക്ക് കിട്ടില്ല, പിടിച്ച ഉടനെ മോള് കഴിക്കലാണ് പതിവ്. പിന്നെ കുറച്ച് ചീര. ഇതൊന്നും നമ്മൾ നട്ട ചീരയല്ല കേട്ടോ. ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. തഴുതാമയുണ്ട്. പിന്നെ നമുക്ക് ചുമന്ന ചീര 1-2 തൈകളേ ഉള്ളൂ. അതൊക്കെ തന്നെ കിളിർത്ത് നിൽക്കുന്നതാണ്. പിന്നെ നമുക്കുള്ളത് വേലിച്ചീര. നമ്മൾ നട്ട് വളർത്തിയതാണ് കേട്ടോ. ഇത് നമ്മുടെ കുപ്പച്ചീര, കാട്ടുചീര എന്നൊക്കെ പറയില്ലേ, അതാണ്. ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചീരയിലൊന്നാണ് കേട്ടോ. ഇതാവുമ്പോൾ നമ്മൾ വെച്ച കുഴയിലിങ്ങനെ ഒരു മുരാന്നിരിക്കും. ഈ ചീരയുടെ നിൽപ്പ് കണ്ടാൽ വേണമെങ്കിൽ ചീര ടൈൽസിലും പിടിക്കും എന്നുള്ള നിലയിലാണ്. ഇന്നത്തെ ഒരു കുഞ്ഞൻ വിളവെടുപ്പാണ്. കുറച്ച് പയറും വെണ്ടയ്ക്കയും 2 കോവയ്ക്കൊക്കെ കിട്ടിയുള്ളൂ. പക്ഷെ അത് തന്നെ നമുക്ക് ധാരാളമാണ്. കുറച്ച് ചീരയും കിട്ടുന്നുണ്ട്. ചീര നമുക്ക് ഉച്ചക്കലത്തേക്കും പയറ് നമുക്ക് ഉച്ചക്കലത്തേക്ക് ഉപ്പേരി വയ്ക്കാൻ എടുക്കുന്നുണ്ട്. ചീരയുടെ കൂടെ തകരച്ചീര എടുക്കേണ്ട. തകരച്ചീര മാത്രം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് പിടിക്കില്ല. എല്ലാം കൂടെ ഒന്നിച്ചിട്ടാണ് ഇവിടെ ചീര എപ്പോഴും വെക്കാറുള്ളത്. പിന്നെ ആഴ്ചയിൽ 2 ദിവസം വീട്ടിൽ ചീര വെക്കാറുണ്ട്. സ്കൂളിലേക്ക് ലഞ്ചിന് പയറുപ്പേര് റെഡിയാക്കാമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴേക്കും മോൾ എഴുന്നേറ്റ് വന്നു. മോൻ എങ്ങനെയാണ് കേട്ടോ ഞാൻ എൻഗേജ് ചെയ്യുന്നത്. 2 ബോക്സും ഈ ചെറും കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ് ആളുടെ ഹോബി. പിന്നെ സൂക്ഷിക്കേണ്ട ഒരു കാര്യം ഇതിലൊക്കെ വലിഞ്ഞു കയറുന്നതൊരു ഹാബിറ്റ് ഉണ്ട്. അപ്പം നമ്മൾ അത് ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കോളും. മോളെ പിന്നെ ഈ മാങ്ങയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ ഉപ്പിലിട്ടൊക്കെ ഇരുന്നോളും. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഈ മൊബൈൽ ഫോൺസ് കൊടുക്കാൻ അധികം താല്പര്യമില്ലാത്ത കാരണം കിച്ചണിൽ നിൽക്കുമ്പോൾ ഞാൻ അവരെ ഇങ്ങനെ എൻഗേജ് ചെയ്ത് കൂടെ ഇരുത്താറാണ് പതിവുള്ളത്. എനിക്ക് വേണ്ടി പാനൊക്കെ അടുപ്പിൽ വെച്ച് കുറച്ച് എണ്ണയും കടുകൊക്കെ ഇട്ട് നമ്മൾ പൊട്ടിച്ച് അതിൽ കുറച്ച് സവാളയൊക്കെ ഇട്ട് നമുക്കിന്ന് കിട്ടിയ പയറ്, കോവയ്ക്ക, വെണ്ടയ്ക്ക എല്ലാം കൂടെ ഇട്ടിട്ടാണ് കേട്ടോ ഒരു ഉപ്പേരി വെക്കണേ. അപ്പം നമുക്കൊരു ഉപ്പേരിക്കുള്ളത് ഉണ്ടാവുകയും ചെയ്യും. കുറച്ചുള്ളെങ്കിൽ നമ്മളെ വീട്ടിലുള്ളതല്ലേ, നമുക്ക് ഭയങ്കര സന്തോഷത്തോടെ കഴിക്കുകയും ചെയ്യാം. പോകാൻ ടൈമായത് കാരണം എൻ്റെ കുക്കായ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്.